നമുക്ക് ഇതാ ഈ ഓർഡിനറിയുടെ AHA BHA പീലിംഗ് സൊല്യൂഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു 3-4 തവണ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് ഒന്ന് ഡള്ളായിരിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഫേസിനൊന്നൊരു ചെറിയൊരു ബ്രൈറ്റ്നെസ് വേണം, ഫേസ് ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. പിന്നെ അതേപോലെ നമ്മുടെ സ്കിന്നൊന്ന് നല്ലൊരു സ്മൂത്ത് ആൻഡ് ഫ്രഷ് ആക്കി വെക്കാനൊക്കെ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊരു സാധനം യൂസ് ചെയ്താലും നമ്മൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ സ്കിന്നിന് കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എല്ലാ ഏജിലുള്ളവർക്കും ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു 30-25 എബോവ് ഒക്കെ ഉള്ളവർ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് വീക്കിലി വൺസ് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഫേസിൽ ആക്റ്റീവ് ആക്നെ ഉണ്ട്, അതേപോലെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു 5 to 10 മിനിറ്റ് അതിനുള്ളിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യണം. ഇത് ഓവർനൈറ്റ് ഒന്നും ഇത് ഇട്ടുകൊണ്ട് കിടക്കാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, ഇത് മോർണിംഗിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു സൊല്യൂഷൻ നൈറ്റിൽ മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഒരു 7 മിനിറ്റിന് ശേഷം നമുക്ക് ഫേസ് നല്ലതുപോലെ ഒന്ന് ഒരു ലൂക്ക് വാം വാട്ടറിൽ ഫേസ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യാം. കെയർ മസ്റ്റാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു അലോവേര ജെല്ലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂളിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. സെറമൈഡുള്ള മോയ്സ്ചറൈസറൊക്കെ നല്ലതാണ്. ഇത് യൂസ് ചെയ്തതിന് ശേഷം റെറ്റിനോൾ, വിറ്റമിൻ സി, നയാസിനമൈഡ്, പിന്നെ അതേപോലെ ഫേസ് നമ്മൾ സ്ക്രബ് ചെയ്യാനോ ഒന്നും പാടില്ല. പിന്നെ എൻ്റെ തൊട്ടടുത്ത ദിവസമാണെങ്കിലും രാവിലെ നമ്മൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടാവണം. അതായത് സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഇട്ടിട്ടുണ്ടാവണം കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാനായിട്ടും മറക്കാതെ ഇരിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.